മാതമറക്കാർ പണിക്കിറങ്ങത്തുമില്ല. എന്താണെന്നറിയാവോ? കഴിഞ്ഞാണ്ടി നടിച്ചിട്ട് കരിഞ്ഞാറായി കാറ്റാടി പരുവായിപ്പോ വീട്ടിലെ കാണന്മാരെ കൊണ്ടുവരാൻ താമസിച്ചോണ്ട് രാവിലെ നടിച്ചിലിറങ്ങാനുള്ള കണ്ടം ഏതൊരു കൂലിക്കാളന്മാരെ വെച്ചാൽ അടുപ്പിച്ചു നടുക്കണ്ട കൂട്ടിക്കഴിഞ്ഞ് അടിക്കാൻ വീട്ടിലെ കാണന്മാരെ ഇറക്കണം. അതവിടെ അവിടെ മേലുതമ്പരം മാറണമല്ലോ. 5 നെല്ലിന് 5 ചിരട്ട കല്ല് കിട്ടും. ഇപ്പോഴും തൊണ്ടിനകത്തും ചിരട്ടക്കകത്തുമാണോ ഉള്ളത്? ജോലി അവിടെ കോപ്പയും അത് അമരാക്കന്മാർക്ക് കുടിക്കാനുള്ളതാ. ഞാനൊക്കെ ചെന്നാ അതിൽ തരുമോ? പരമനായ നമ്പരാൻ ചെന്നാ കോപ്പ ചേന്നന്റെ കള്ളുകൂടി മുടങ്ങുന്ന വർഷമാണ്. ചത്ത ചാവുപൂശ നടത്തുന്നതും കള്ളുകുടം വെച്ചേ. കള്ളുകൂടി കൊണ്ട് കള്ളു കുടിക്കാൻ പറ്റത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. എമ്മിത്തമ്പരാക്കന്മാരുടെ തല്ലൊക്കെ നിന്ന് വരിക. എവിടെ? അങ്ങ് വടക്കൊക്കെ, കുട്ടനാട്ടില്, വൈക്കത്ത്, എടപ്പള്ളില് എന്നെ കേട്ട കാര്യം പറഞ്ഞു. അതേനും കേട്ടു. ഗ്രാമത്തിൽ തമ്പുരാൻ കാഞ്ഞിരി വിളക്കുട്ടി എന്ന പൊലയനെ കുടിയിറക്കാനാണ്. നടിച്ചിന് തുടങ്ങാൻ താമസിച്ചെന്താടാ? വെളുപ്പാങ്കാലം മുതൽ പൂ വിളിക്കാൻ തുടങ്ങാൻ കോഴിക്ക് പകരം ചേങ്ങനാണോടാ പൂവി എടുക്കുന്നത്? തലപ്പുരയിലായി പോയിട്ടില്ല. എടി കറമ്പിയേ, കിഴക്കേ കല്ലടന്ന് നിന്നെ കൊണ്ടുവന്ന പിന്നെ മണ്ണൊന്നുള്ളി നിന്റെ മേത്ത് ഞാൻ ഇട്ടിട്ടുണ്ടോ? ഉണ്ടോ? അതോട്ടല്ലയോ അടിക്കാൻ പണി വെക്കിട്ടും ഞാൻ ഓടി മാടത്തിൽ കയറാൻ കല്ലിന്റെ കെട്ടി അയ്യോ അവിടൊക്കെ തൊടാതടി. അത്താഴം വെന്ന് വെച്ചിട്ട് ആ അടുപ്പാ വെച്ച് ഇങ്ങനെ വെള്ളം തിളക്കും. കടക്കും അത്താഴം വെച്ച് കഴിഞ്ഞ് അടുപ്പയിലും പിഴുത് മാറ്റി കനലെല്ലാം മാറി കളഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ചിക്കുമായി കൊണ്ടല്ലോട്ട് കൊടുക്കാം. നമുക്ക് മുറ്റത്ത് കിടക്കാം. വിലാപിക്കാറായല്ലോ. നീലി പറഞ്ഞതുപോലെ ചെയ്താൽ മതി. അച്ഛൻ ഡോക്ടർ സൂക്ഷിക്കണേ. അമ്പക്ക് എന്ത് വന്നാലും അദ്ദേഹത്തിനൊരാപത്തും വരും. ഇതെന്തെല്ലാരും ശ്വാസം പിടിച്ചിരിക്കുന്നത്? ചേന്നോ പാട്ടും കളിയൊന്നും ഇല്ലയോ? ഇന്ന് കള്ളു കുടിച്ചില്ലല്ലയോ? കല്ലിന്റെ കെട്ടെല്ലാം വിട്ടേ. ഒരു വീടില്ല.